ഈ പുഴയും കടന്നിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ജയബാലന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുന്നതിനിടയിൽ ഗംഗ വിനീതിനോടായി ചോദിക്കുന്നുണ്ട്, വിനീതേട്ടാ ഇനി എന്താന്ന്, ഇനി എന്ത് ചെയ്യണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ എനിക്കറിയില്ലെന്ന് വിനീത് ടെൻഷനോടെ പറയേ. എന്ന് വാ വിനീതേട്ടാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അമ്മയുടെയും അച്ഛമ്മയുടെയും ഓരോ സൈഡിലിരുന്ന് നമുക്കും കരയാം എന്നവൾ ദേഷ്യത്തോടെ പറയേ. വീട്ടിലേക്ക് പോവാനുള്ള വഴി കാണുന്നില്ല കാവേരി, ദേ ഒറ്റ ഓട്ടോ പോലും കാണുന്നില്ലെന്ന് വിനീതും. അവളും ദേഷ്യത്തോടെ, ദേ വിനീതേട്ടാ അനവസരത്തിൽ തമാശ പറയല്ലേ, കാണാതെ പോയത് എന്റെ അനിയത്തിയാ എന്നവൾ പറയേ. ഞാൻ തമാശ പറഞ്ഞതല്ല കാവേരി എന്ന് വിനീതും. കാവേരിയും ഗംഗയോടായി, ദേ ഗംഗച്ചി നമ്മുടെ അനിയത്തിയെ കാണാതെ മനസ്സ് നൊന്നു നിൽക്കുമ്പോ ഗംഗച്ചിയുടെ വിനീതേട്ടൻ ഊള കോമഡി പറയുന്നതായിട്ടാ എനിക്ക് തോന്നുന്നത്. ഈ മാനസികാവസ്ഥയിൽ വിനീതേട്ടന്റെ കൂടെ യമുനയെ തിരഞ്ഞു കണ്ടുപിടിക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗംഗച്ചി എന്റെ കൂടെ വരുന്നുണ്ടോ, നമുക്ക് നമ്മുടേതായ രീതിയിൽ അന്വേഷിക്കാം എന്ന് കാവേരി ചോദിക്കേ. ഗംഗയും ടെൻഷനോടെ വിനീതിനെ തന്നെ നോക്കി നിൽപ്പാ. ദേ ഗംഗേച്ചി, വിനീതേട്ടനൊക്കെ ഇപ്പോഴാ ഉണ്ടായത്, അതിനു മുൻപേ യമുന ഗംഗേച്ചിയുടെ അനിയത്തിയാ എന്ന് കാവേരി പറയേ ഒരു ചിരിയോടെ. അതെങ്ങനെ, ഗംഗയെ പ്രസവിച്ചു കിട്ടിയതേ എന്റെ കയ്യിലാ, അത് കഴിഞ്ഞല്ലേ യമുന ഉണ്ടായതെന്ന് വിനീതും ചോദിക്കുന്നുണ്ട്. അത് കേട്ട് കാവേരിയും ദേഷ്യത്തോടെ, ദേ ഗംഗേച്ചി വരുന്നുണ്ടോ, വാ ഗംഗേച്ചി എന്ന് പറഞ്ഞ് ഗംഗയുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാ. അവർ മെയിൻ റോഡിലേക്ക് ചെന്ന് വണ്ടി വല്ലതും വരുന്നുണ്ടോന്ന് നോക്കി നിൽക്കുമ്പോഴേക്കും ഒരു കാർ അതുവഴി വരുന്നുണ്ട്. കാവേരി നിർത്താനായി കൈ കാണിക്കുന്നുണ്ടെങ്കിലും അത് ഓടിച്ചു പോവുകയാ. പിന്നീട് ഒരു വണ്ടി വരുമ്പോഴേക്കും കാവേരി കൈ കാണിക്കുന്നത് കണ്ട് ആ വണ്ടി നിർത്തുകയാ. വാ ഗംഗേച്ചി എന്ന് പറഞ്ഞ് കാവേരി അവളെയും വിളിച്ച് അങ്ങോട്ട് ചെന്ന്, സാർ ഒരു ലിഫ്റ്റ് എന്ന് ചോദിക്കുമ്പോഴാണ് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന നിവിനെ കാണുന്നത്. യെസ് എന്ന് നിവിൻ പറയേ. ഗംഗേച്ചി നമുക്ക് അടുത്ത വണ്ടി നോക്കാമെന്ന് കാവേരിയും ഗംഗയോടായി പറയുകയാ. എന്താടിന്ന് ഗംഗ ചോദിക്കേ. സോറി ഗംഗ, എന്റെ വണ്ടി ആയതുകൊണ്ടാ കാവേരി കയറാൻ മടിക്കുന്നത്, ലിഫ്റ്റ് ഞാൻ തരാം, ഒരു അപരിചിതനായിട്ട് കണ്ടാ മതി എന്നവൻ പറയേ. വേണ്ടെന്ന് കാവേരി ഗംഗയോട് തലയാട്ടുകയാ. അത് കണ്ട് നിവിനും, അതെ എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ കയറിക്കോ, സമയം പാഴാക്കണ്ട എന്ന് പറയുമ്പോഴേക്കും കാവേരി ദേഷ്യത്തോടെ ഗംഗയും വിളിച്ച് അവിടെ നിന്ന് നടന്നു നീങ്ങുകയാ. അതേ യമുനയെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ എന്ന് നിവിൻ വിളിച്ചു ചോദിക്കേ. നടന്നു നീങ്ങുകയായിരുന്ന കാവേരിയും ഗംഗയും അമ്പരപ്പോടെ ഒരു നിമിഷം തിരിഞ്ഞു നിൽപ്പാം. നിവിനും വണ്ടി നിറങ്ങി വന്ന് വിനീത എന്നോട് വിവരം പറഞ്ഞത്. ക്ഷമിക്കണം, എന്നോട് പിണങ്ങിയാലും അതിന്റെ പേരിൽ വിനീതിനോട് പിണങ്ങല്ലേ. യമുനയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. വിനീതിനെ പോലെ തന്നെയാ യമുന എനിക്കും. ദേ എന്നെ വിശ്വാസമുണ്ടെങ്കിൽ യമുനയെ കണ്ടുപിടിക്കാൻ എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യാം എന്ന് നിവിൻ പറയുമ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന വിനീതും, വിഷമിക്കാതെ കാവേരി, നമുക്ക് യമുനയെ ഉടനെ കണ്ടുപിടിക്കാം. എന്തായി എളിയ, യമുനയെ പറ്റി ഡീറ്റെയിൽഡായി അന്വേഷിച്ചോ എന്ന് വിനീതും ചോദിക്കുന്നുണ്ട്. യമുനയുടെ കൂട്ടുകാരികളോട് ആദ്യം അന്വേഷിച്ചത്. ഒരുപക്ഷെ നിങ്ങളോട് പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ അവരെന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞവൻ അതിനെ തന്നോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഓർത്തെടുക്കുകയാ. വിശാലും യമുനയുമായി നേരത്തെ തന്നെ ഒരടുപ്പമുണ്ടായിരുന്നു. പക്ഷേ കുറച്ചു കാലമായി അവരകൽച്ചയിലുമായിരുന്നു. ഇന്ന് പക്ഷേ പതിവില്ലാതെ രണ്ടുപേരും പതിവിൽ കവിഞ്ഞ് കാര്യമായി സംസാരിക്കുന്നത് കണ്ടു. അതിനുശേഷം ആ രണ്ടാളെയും കാണാതായത് എന്ന് അതിന് പറഞ്ഞ കാര്യങ്ങൾ നിവിൻ അവരോട് പറയുകയാ. കോളേജ് ഫ്രണ്ട്സിനിടയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു അന്വേഷണം നടത്തിയപ്പോൾ യമുനയുടെയും വിശാലിന്റെയും ക്ലാസ്സിലുള്ള 2 സ്റ്റുഡൻസിനെ കൂടി കാണാതായിട്ടുണ്ടെന്ന് മനസ്സിലായി. ഹർഷനും മിലനും രണ്ടാളും വിശാലിന്റെ അടുത്ത കൂട്ടുകാരാ. പിന്നെ അവരുടെ വീടുകളിലും ഞാൻ അന്വേഷണം നടത്തി. പക്ഷേ പ്രത്യാശാവഹമായ ഒരു മറുപടിയല്ല എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ് നിവിൻ അത് ഓർത്തെടുക്കുകയാ. ഹർഷന്റെ അച്ഛൻ അവനോട് പറയുന്നുണ്ട്, ഹർഷൻ വിശാലിന്റെ ഒപ്പം പോയിരിക്കാം, എങ്ങോട്ടാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, രാത്രി വരില്ലെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞപ്പോ തന്നെ ഞാൻ അവനെ വിളിച്ചു നോക്കി, മൊബൈൽ സ്വിച്ച് ഓഫാ, ചാർജ് തീർന്നതായിരിക്കും എന്നവന്റെ അച്ഛൻ പറയുന്നതും സ്വിച്ച് ഓഫാ. മിലൻ ഇടയ്ക്കിടെ വിശാലിന്റെ ഒപ്പം പോകുന്നതാ, അവര് പിള്ളേരല്ലേ, അവരെന്തേലും ആവശ്യത്തിന് പോയതായിരിക്കും, അടിച്ചു പൊളിക്കട്ടെന്നേ എന്ന് മിലന്റെ അമ്മ പറഞ്ഞതും നിവിൻ അവരോട് പറയുന്നുണ്ട്. വീണ്ടും നിവിൻ പറയുകയാ, ഇനി ഒരു കാര്യം കൂടിയുണ്ട്. എന്റെ കണക്ക് കൂട്ടലുകൾ ശരിയാണെങ്കിൽ യമുന ഇപ്പൊ പുഷ്പവാടിയിലില്ല. എടാ, ചുരത്തിന്റെ അടുത്ത് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഷോപ്പുണ്ട്. വിശാലിന്റെ കാറ് ചുരമിറങ്ങി പോകുന്നത് അവരുടെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഒരു പെൺകുട്ടിയുമുണ്ട്, പക്ഷേ മുഖം അങ്ങോട്ട് വ്യക്തമല്ല. അത് കേട്ട് പരിഭ്രമത്തോടെ, ഈശ്വര നമ്മുടെ യമുന എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവയ്ക്കുകയാ ഗംഗയും. ഗംഗേച്ചി, കരഞ്ഞു നിൽക്കാൻ സമയമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് യമുനയെ കണ്ടുപിടിക്കണം. നിവിൻ വണ്ടി എടുക്ക്, വാ പോവാമെന്ന് കാവേരി പറയേ. നിവിൻ അത് സമ്മതിച്ചുകൊണ്ട് വണ്ടി എടുക്കുകയാ. കാവേരിയും കൂട്ടരും വണ്ടിയിലേക്ക് കയറുമ്പോഴേക്കും നിവിൻ അവരുമായി യാത്ര തുടരുകയാ. അവിടെ അടച്ചിട്ട മുറിയിൽ പരിഭ്രമത്തോടെയും സങ്കടത്തോടെയും പൊട്ടിക്കരയുകയാ യമുനയും. സങ്കടത്തോടെ നിലത്തിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടവൾ പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ വിശാലിന്റെ കൂടെ വന്നു പോയച്ചാ, ഞാൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നു, അവരെന്നെ പൂട്ടിയിട്ടിരിക്കുക അച്ഛാ, എന്നെ വീട്ടിലേക്ക് വിടുന്നില്ല, അച്ഛൻ മുകളിലിരുന്ന് എല്ലാം കാണുന്നില്ല അച്ഛാ, എന്നെ വന്ന് രക്ഷിക്കച്ചാ, രക്ഷിച്ചോണ്ട് പോയച്ചാ എന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരയുകയാ. അപ്പോഴാണ് ഷൂ ഇട്ട് ആരോ നടന്നു വരുന്ന ശബ്ദം യമുന ശ്രദ്ധിക്കുന്നത്. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് വാതിലിനടുത്തുള്ള ചുമരിൽ ഒളിച്ചു നിൽക്കുമ്പോഴേക്കും യമുനെന്ന് വിളിച്ച് വാതിൽ തുറക്കുന്ന വിശാൽ അവളെ കാണുന്നില്ല.
അവൾ എവിടെയെന്നറിയാതെ അവൻ കുനിഞ്ഞ് കട്ടിലിനടിയിലേക്ക് നോക്കുമ്പോഴേക്കും യമുന പുറത്തേക്ക് ഓടുകയാ. അത് കാണുന്ന വിശാലം യമുനെ നിക്കടി എവിടെയെന്ന് പറഞ്ഞ് അവളുടെ പുറകെ ഓടുന്നുണ്ട്. അവിടെ ഹാളിൽ കൂട്ടിയിട്ടിരിക്കുന്ന ചാക്കിൽ തട്ടി അവൾ മറിഞ്ഞു വീഴുകയാ. എഴുന്നേൽക്കടി വാടി എന്ന് വിളിച്ച് അവൻ അവളെ പിടിച്ചു വലിച്ച് വീണ്ടും റൂമിലേക്ക് കൊണ്ടുപോവുകയാ. അവളുടെ ഒരു ഓട്ടം എന്ന് പറഞ്ഞവൻ ഡോർ അടയ്ക്കുമ്പോഴേക്കും പരിഭ്രമത്തോടെ അമ്മ എന്ന് വിളിക്കുക യമുനയും. സങ്കടത്തോടെ ഡൈനിങ് ടേബിളിൽ തല വെച്ച് കിടക്കുകയായിരുന്ന ശാരദയും അവളെ എന്ന് വിളിച്ച് ഞെട്ടലോടെ എഴുന്നേൽക്കുകയാ. സമയം രാത്രി 10:30 തുടങ്ങിയിരുന്നു. ശാരദയും പരിഭ്രമത്തോടെ എഴുന്നേറ്റ് ചെന്ന് മുൻവശത്തെ ഡോർ തുറക്കുമ്പോഴേക്കും അങ്ങോട്ട് വരുന്ന രാധമ്മയും അത് കണ്ട് എടി ശാരദേ ശാരദേ എന്ന് വിളിക്കെ അവൾ വിളിച്ചമ്മ എന്ന് പരിഭ്രമത്തോടെ ശാരദയും പറയുകയാ. എവൾ വിളിച്ചെന്ന് അമ്മ ചോദിക്കേ എന്റെ യമുനമോൾ വിളിച്ചു, അവളുടെ നിലവിളി ഞാൻ കേട്ടതാ എന്ന് ശാരദ പറയേ. എന്ത് കേട്ടെന്നാ? യമുനയെ കാണാഞ്ഞ് അന്വേഷിച്ചു പോയിട്ടല്ലേ ഉള്ളൂ, ഗംഗയും കാവേരിയും ഒക്കെ. അവരാരുമില്ലാതെ നീ ആരുടെ ശബ്ദം കേട്ടെന്നാ എന്ന് രാധമ്മ ചോദിക്കേ. ആരും വന്നില്ലല്ലേ എന്ന് ശാരദയും പരിഭ്രമത്തോടെ ചോദിക്കുന്നുണ്ട്. എടി ഇല്ലെന്ന് രാധമ്മ പറയേ. എന്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടുമമ്മ, എനിക്കെന്റെ മോളെ വേണം. എനിക്കെന്റെ മോളെ ജീവനോടെ കിട്ടിയില്ലെങ്കിൽ ഞാനും പോവും എന്റെ അരവിന്ദേട്ടനൊപ്പം. സത്യമായിട്ടും ഞാൻ പോവും അമ്മ എന്ന് പറഞ്ഞ് ശാരദ പൊട്ടിക്കരയുകയാ. അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാ രാധമ്മയും. അവിടെ കട്ടിലിനരികിൽ നിലത്ത് പേടിയോടെ വിശാലിനെ നോക്കിയിരിക്കുക യമുന. ദേഷ്യത്തോടെ അവനും ഡി എന്ന് വിളിച്ച് അവനെ തല്ലാൻ ഒരുങ്ങുമ്പോഴേക്കും തല്ലല്ലേ വിശാൽ, എന്നെ തല്ലല്ലേ എന്ന് കരഞ്ഞുകൊണ്ട് അവൾ അപേക്ഷിക്കുന്നുണ്ട്. അവനൊരു ചിരിയോടെ അവളുടെ അരികിലേക്കിരുന്ന് വിരൽ ചൂണ്ടി ഇനിയും അനുസരണക്കേട് കാട്ടുമോ നീ എന്ന് ചോദിക്കേ. ഇല്ല എന്ന് സങ്കടത്തോടെ യമുനയും. ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുവോ നീ എന്നവൻ ചോദിക്കേ. ഇല്ല വിശാൽ എന്ന് യമുനയും. എന്റെ പെണ്ണടി നീ, നിന്റെ ദേഹത്ത് കൈ വെക്കില്ലടി ഞാൻ, കാരണം അതിനുള്ള യോഗ്യത നിനക്കില്ല. നീ എന്താ കരുതിയേ? നിന്റെ സൗന്ദര്യം കണ്ട് ഞാൻ അങ്ങ് ഭ്രമിച്ചു പോയെന്നോ? ചുമ്മാതാടി. പക്ഷേ വിശാലിന്റെ ഒപ്പം ഒരു രാത്രി കഴിഞ്ഞുവെന്ന് പുഷ്പവാടിക്കാരറിയുമ്പോ നിന്റെ മാനം കപ്പൽ കയറുമടി. മാനക്കേട് കാരണം ദേ നീയൊക്കെ നിന്റെ തള്ളയടക്കം കെട്ടി തൂങ്ങി ചാവും. എന്റെ അച്ഛനെ മാനം കെടുത്താൻ വേണ്ടി അന്ന് തോട്ടത്തിൽ കുത്തിയ കാലെല്ലാം നീലം തൊടാതെ അന്തരീക്ഷത്തിൽ നിന്ന് ആടുമിടി. നീയൊക്കെ തോട്ടത്തിൽ കാലുകുത്തി എന്റെ അച്ഛന് നേരെ കുറച്ചപ്പോ അച്ഛൻ ചോദിക്കാതെ തന്നെ മനസ്സുകൊണ്ട് ഞാൻ കൊടുത്ത ഒരു വാക്കാടിയത്. തോലഞ്ഞു പോവുമിടി എന്ന് പറഞ്ഞ് വിശാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും സങ്കടത്തോടെ അച്ഛന്ന് വിളിച്ച് പൊട്ടി കരയുകയാ യമുനയും. വിശാൽ നേരെ ചെല്ലുന്നത് സീറ്റൗട്ടിൽ ഇരിക്കുകയായിരുന്ന ഹർഷന്റെയും മിലന്റെയും അടുത്തേക്കാ. നീ വന്നോ എന്നവർ ചോദിക്കേ. നീയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് വിശാലും ചോദിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എവിടെ പോവാനാ? നീ വാതിലടച്ചകത്ത് എന്തായിരുന്നു പരിപാടി എന്നവർ ചോദിക്കേ. അളിയ, ലവേഴ്സ് ഇതുപോലുള്ള സന്ദർഭത്തിൽ ഒറ്റയ്ക്കാവുമ്പോ എന്തായിരിക്കും ചെയ്യുക? എടാ അത് തന്നെ എന്ന് വിശാൽ പറയേ. എന്നിട്ട് അകത്തുനിന്ന് നിലവിളിയാണല്ലോടാ കേട്ടത് എന്നവരും ചോദിക്കുന്നുണ്ട്. ഓരോ പ്രേമത്തിനും ഓരോരോ രീതികളല്ലേടാ എന്ന് വിശാലും ചിരിയോടെ പറയുകയാണ്. യമുനയെ എവിടെ പോയി അന്വേഷിക്കുമെന്നറിയാതെ റോഡ് സൈഡിൽ വണ്ടി നിർത്തി ടെൻഷനോടെ ഇരിക്കുക കാവേരിയും കൂട്ടരും. ബോട്ടിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചുകൊണ്ട് ഗംഗയ്ക്ക് വെള്ളം വേണോ എന്ന് വിനീത് ചോദിക്കുന്നുണ്ട്. വേണ്ടെന്ന് ഗംഗ പറയേ. കാവേരിയോട് ചോദിക്കുക വിനീത്. എനിക്ക് വേണ്ട, നമ്മൾ ഇനി എന്താ പ്ലാൻ എന്ന് പറ എന്ന് കാവേരി ദേഷ്യത്തോടെ ചോദിക്കേ. എടോ, നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ കാവേരി എന്ന് നിവിനും പറയുന്നുണ്ട്. അന്വേഷണം തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ, നമ്മൾ എവിടെ എത്താൻ പോകുന്നത് എന്ന് കാവേരി ചോദിക്കേ. കാവേരി, നിവിൻ നമ്മളെ സഹായിക്കാൻ വേണ്ടിയല്ലേ എന്ന് വിനീതും പറയുന്നുണ്ട്. ഗംഗയും അവളുടെ അരികിലേക്ക് ചെന്ന് എടി എന്താ ഇങ്ങനെ എന്ന് ചോദിക്കേ. ഗംഗേച്ചി, നമ്മുടെ യമുനയെ കാണാറായിട്ട് ഒരു രാത്രി കഴിയാറായി. അവൾ എവിടെയാ എങ്ങനെയാ എന്നൊന്നും അറിയാതെ അന്വേഷണം ശരിയായ ദിശയിലാണോന്നാ എന്റെ സംശയം എന്നവൾ പറയേ. അതെന്താ നീ അങ്ങനെ പറയുന്നതെന്ന് ഗംഗയും. യമുനയെ കാണാതായ ശേഷം അവളെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വിശാലിന്റെ പുറകെ ആണല്ലോ. ഇനി അവൾ വിശാലിനൊപ്പം അല്ല പോയിരിക്കുന്നതെങ്കിലോ എന്ന് കാവേരി സംശയത്തോടെ ചോദിക്കേ. എന്താടി നീ വിശാലിനെ ന്യായീകരിക്കുകയാണോ എന്ന് ഗംഗയും ചോദിക്കുന്നുണ്ട്. അല്ല ചേച്ചി, ഒരു സാധ്യത പറഞ്ഞതാ. നമ്മൾ ഇരുട്ടിൽ തപ്പുകയാണോ എന്നൊരു സംശയം എന്ന് കാവേരി പറയേ. നിവിനും പറയുന്നുണ്ട്. കാവേരി, വിശാലിന്റെ കാറ് ചുരമിറങ്ങിയിട്ടുണ്ട്. അവനൊപ്പം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് യമുനയില്ലാതെ പിന്നെ ആരാ എന്ന് നിവിൻ ചോദിക്കേ. പക്ഷേ നിവിൻ, നമ്മളിതേ മാർത്താണ്ഡത്ത് വന്ന് നിൽക്കുക. മുന്നിലെ വഴി അടഞ്ഞ പോലെ. ഇനി എങ്ങോട്ട് പോകുമെന്നാ ഞാൻ ചോദിക്കുന്നത് എന്നവൾ ചോദിക്കേ. യമുന എവിടെയോ ഉണ്ട് കാവേരി, വിശാലിനൊപ്പം തന്നെ എന്ന് നിവിനും. അതെന്താ നിവിനെ, അതെന്താ ഇത്ര ഉറപ്പെന്നാ ഞാനും ചോദിക്കുന്നത്. പുഷ്പവാടിന്ന് ചുരമിറങ്ങി വരുന്നവർക്ക് തമിഴ്നാട്ടിലേക്കോ കേരളത്തിലേക്കോ എവിടേക്ക് വേണേലും പോയിക്കൂടെ എന്നവൾ ചോദിക്കേ. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് നിവിൻ ആരെ വിളിക്കാനായി പോവുകയാ. വിശക്കുന്നുണ്ടോ ഗംഗ എന്ന് വിനീത് ചോദിക്കേ. എനിക്ക് വിശക്കുന്നില്ല, ഇവൾക്ക് എന്തേലും വാങ്ങിച്ചു കൊടുക്ക്, അല്ലെങ്കിൽ ആ നിവിനെ ഇപ്പോൾ ഇവളെ പിടിച്ച് തിന്നും എന്ന് കാവേരിയെ ചൂണ്ടി ഗംഗ പറയുന്നുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല ഗംഗേച്ചി, യമുന എന്തെങ്കിലും അപകടത്തിലാണെങ്കിൽ നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുക എന്ന് കാവേരി പറയേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോലീസിൽ അറിയിച്ചാലോ എന്ന് വിനീതും ചോദിക്കുന്നുണ്ട്. പോലീസ് വേണ്ട, യമുന കുട്ടിയല്ലേ, വെറുതെ ഒരു ചീത്തപ്പേരുണ്ടാക്കി വെക്കണ്ട എന്ന് യമുന പറയേ. അതുകൊണ്ടല്ലേ കാവേരി നമുക്ക് ഈ ഊഹാപോഹങ്ങളെ വെച്ച് മുന്നോട്ട് പോവേണ്ടി വരുന്നത്, അല്ലാതെ വേറെ എന്ത് സാധ്യതയാണ് നമുക്ക് മുന്നിലുള്ളത് അന്വേഷിച്ചു പോവാൻ എന്ന് വിനീത് ചോദിക്കുമ്പോഴേക്കും കോൾ നിർത്തി
നിവിനും അങ്ങോട്ട് വരികയാ. അവൻ എല്ലാവരോടുമായി പറയുന്നുണ്ട്, എന്റെ സംശയം ശരിയാണ് കാവേരി. വിശാൽ ഇവിടെ തന്നെയുണ്ട്, മാർത്താണ്ഡത്ത്. അവനൊപ്പം യമുനയും. വിശാലിന്റെ ചേച്ചി രാഗിണിയെയാ ഞാൻ വിളിച്ചത്. ബാംഗ്ലൂര് അവളുടെ അടുത്തേക്ക് പോകുമെന്നാ വിശാൽ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അവൻ അവിടെ എത്തിയിട്ടില്ല. അതിനർത്ഥം അവൻ ഇവിടെ മാർത്താണ്ഡത്ത് തന്നെ ഉണ്ടെന്നാ. ജയപാലൻ അങ്കിളിന് ഇവിടെ അടുത്ത് ഒരു ഫാം ഹൗസ് ഉണ്ട്. അവിടുത്തെ സ്ഥിരം സന്ദർശകനാണ് വിശാല്. സ്കൂളിൽ പഠിക്കുമ്പോ പോലും വീക്കെൻഡിൽ ഇവിടെ വരുമായിരുന്നു. ഉറപ്പായിട്ടും അവൻ ഇവിടെ തന്നെയുണ്ട് വിനീതെ. അവനുണ്ടെങ്കിൽ ഒപ്പം യമുനയുമുണ്ട് എന്ന് നിവിൻ പറഞ്ഞു നിർത്തേ. നിവിന് സ്ഥലം അറിയോ എന്ന് വിനീതും ചോദിക്കുക. മുമ്പൊരിക്കൽ വന്നത് ഓർമ്മയുണ്ട്. വഴിയുടെ ഏകദേശ രൂപം എനിക്കറിയാം എന്നവൻ പറയുന്നത് കേൾക്കെ ചിരിയോടെ വിനീതും, പിന്നെ അല്ലാതെ ബാക്കി നമുക്ക് ചോദിച്ചു പോവാം. ഫാം ഹൗസിൽ വിശാലുണ്ടെങ്കിലേ ഒരു പൂച്ചക്കുഞ്ഞിനെ തൂക്കിയെടുക്കുന്നത് പോലെ നമുക്ക് തൂക്കിയെടുക്കാം എന്ന് വിനീത് പറയുമ്പോഴേക്കും ഇനി നിന്ന് സമയം കളയണ്ട, പോവാം എന്ന് പറഞ്ഞ് കാവേരി വണ്ടിയിലേക്ക് കയറുകയാണ്. ബാക്കിയുള്ളവരും കയറുമ്പോഴേക്കും നിവിൻ തന്റെ വണ്ടി എടുക്കുകയാണ്. അങ്ങനെ അവർ രാവിലെ ആവുമ്പോ ആ ഫാം ഹൗസിൽ എത്തുകയാ. ദേ, ഇതാണ് ജയപാലൻ അങ്കിളിന്റെ ഫാം ഹൗസ് എന്ന് നിവിൻ പറയെ. വിശാൽ ഇവിടെ ഉണ്ടെങ്കിൽ യമുനയും ഇവിടെ തന്നെ കാണുമെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ച് യമുനെന്ന് വിളിച്ച് അങ്ങോട്ട് നീങ്ങുകയാ കാവേരി. ഗംഗ അവളെ തടഞ്ഞു നിർത്തി, അത് ബുദ്ധിയല്ല എന്ന് പറയേ. പിന്നെ ഇത്രയും കൈ അകലത്തിൽ യമുനയുള്ളപ്പോ, ഓ ഇത്രയും സമയം തന്നെ യമുനയെ കാണാതെ എനിക്ക് ശ്വാസം മുട്ടുകയാ ചേച്ചി, വാ പോവാം എന്ന് പറഞ്ഞ് കാവേരി വിളിക്കുന്നുണ്ട്. നിവിനും കാവേരിയോടായി, കാവേരി ഗംഗ പറഞ്ഞതാ ശരി. യമുനയെ വച്ച് അവൻ എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. കാവേരി ഗംഗ പറഞ്ഞതാ ശരി. യമുനയെ വെച്ച് അവൻ എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ. ഒരു അപായ സൂചന തോന്നിയ അവൻ ഇവിടുന്ന് യമുനയെ മാറ്റിയാലോ എന്ന് നിവിൻ പറഞ്ഞു നിർത്തുമ്പോഴാണ് ആ ഫാം ഹൗസിന്റെ മുറ്റത്തുകൂടി വിശാലിന്റെ ഫ്രണ്ട്സ് നടന്നു നീങ്ങുന്നത് അവർ ശ്രദ്ധിക്കുന്നത്. അവർ കുറച്ചു ദൂരം കൂടി മുന്നോട്ട് നടന്ന് അവന്റെ ഫ്രണ്ട്സിനെ ശ്രദ്ധിച്ചു നിൽപ്പാ. അവരെ കണ്ട് നിവിനും പറയുന്നുണ്ട്, ഹർഷനും മിലനും വിശാലിന്റെ ക്ലോസ് ഫ്രണ്ട്സ് ഇവന്മാരെ അന്വേഷിച്ച കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. വിശാലിനൊപ്പം ഇവന്മാര് പോയിന്നാ ഇവരുടെ അച്ഛനമ്മമാര് പറഞ്ഞത്. രണ്ടിന്റെയും ഫോൺ സ്വിച്ച് ഓഫാ. അതിലൊന്നും അവർക്കൊരു വേവലാതിയുമില്ല. പിള്ളേര് പോയി അടിച്ചു പൊളിച്ചു വരട്ടെ എന്നാ സ്റ്റാൻഡ്. അറിഞ്ഞിടത്തോളം വിശാലിന്റെ സർവ്വ തൊട്ടിത്തരത്തിനും കൂട്ടുനിൽക്കുന്നത് ഇവന്മാരാ എന്ന് കാറിനരികിൽ നിന്ന് മദ്യപിക്കുന്നവരെ നോക്കിക്കൊണ്ട് നിവിൻ പറയുന്നുണ്ട്. എല്ലാം കേട്ടുകഴിഞ്ഞ് മുണ്ടും മടക്കി കുത്തി വിനീതും പറയുന്നുണ്ട്, എന്നാ പിന്നെ താമസിക്കണ്ടളിയ, പിള്ളേർക്ക് ടച്ചിങ്സ് എന്തെങ്കിലും കൊടുത്ത് നമുക്ക് ഐശ്വര്യമായിട്ടങ്ങ് തുടങ്ങും എന്ന് പറഞ്ഞ് വിനീത് ചിരിയോടെ നിൽപ്പാ. അവന്മാരപ്പോഴേക്കും ബ്രാൻഡി എല്ലാം കുടിച്ചു കഴിഞ്ഞ് സിഗരറ്റ് പുകയ്ക്കാനായി തുടങ്ങിയിരുന്നു. വിനീതും പുറം തിരിഞ്ഞു നിൽക്കുന്ന അവന്മാരുടെ അരികിലേക്ക് ചെന്ന് അവരെ തോളത്ത് തട്ടി വിളിക്കുക. ഒരു ഞെട്ടലോടെ അവർ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും, അനിയ മുട്ട വേണോ എന്ന് വിനീത് ചോദിക്കുന്നുണ്ട്. അവർ പരിഭ്രമത്തോടെ നോക്കുമ്പോഴേക്കും, മുട്ടയെ താറാവ് മുട്ട, കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് ആരോഗ്യത്തിന് നല്ലതാ എന്ന് ചോദിച്ച് പെട്ടെന്ന് അവന്മാരെ തല്ലി വീഴ്ത്തുക വിനീത്. ഒരുത്ത നിലത്തേക്ക് വീഴുമ്പോഴേക്കും മറ്റവനെ പിടിച്ച് വിനീതും പറയുന്നുണ്ട്, ഒച്ചയുണ്ടാക്കല്ലടാ, സൈലൻസർ എടുത്തേ നിന്റെ വായി തിരികെ തരും എന്ന് പറഞ്ഞവന്റെ കഴുത്തിലൂടെ കൈയിട്ട് ലോക്ക് ചെയ്ത് നിർത്തുമ്പോഴേക്കും മറ്റവൻ എണീറ്റ് അടിക്കാനായി വരികയാ. പിന്നീട് നിവിനും വിനീതും കൂടി അവന്മാരെ തല്ലി ചതയ്ക്കുകയാ. അപ്പോഴേക്കും ഗംഗയും കാവേരിയും ഫാം ഹൗസിലേക്ക് നടക്കുന്നുണ്ട്. അതിനു പുറകെ അവന്മാരെയും കൊണ്ട് വിനീതും നിവിനും. അവിടെ മൊബൈൽ ഫോണും നോക്കി ചിരിച്ചുകൊണ്ടിരിപ്പായിരുന്നു വിനീത്. ഹർഷനെയും മിലനെയും വിനീതും നിവിനും കൂടി അവന്റെ മുന്നിലേക്ക് തള്ളിയിടുകയാ. നിലത്തേക്ക് വീണ അവനോടായി, എന്താടാ എന്ന് വിശാൽ ചോദിക്കുക. അപ്പോഴേക്കും വിനീത് അങ്ങോട്ട് വന്ന് വിശാലിന്റെ കോളറിനിട്ട് പിടിച്ച് പൊക്കിയെടുത്തുകൊണ്ട്, യമുന എവിടെടാ എന്ന് ചോദിക്കേ. വിശാലും ഒരു ചിരിയോടെ നിൽപ്പാ. എടാ എവിടെടാ, എവിടെന്ന് എന്ന് വിനീത് ചോദിക്കേ. വിടടാ, പിടിവിടാൻ എന്ന് പറഞ്ഞ് അവന്റെ കൈ തട്ടി മാറ്റുകയാ വിശാലും. കാവേരി അപ്പോഴേക്കും അങ്ങോട്ട് വന്ന് അവന്റെ കോളറിനിട്ട് പിടിച്ചുകൊണ്ട്, യമുന എവിടെടാ, യമുന എവിടെയുണ്ടെന്ന് പറയാൻ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. യമുന എവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും, വിട്, പിടിവിട്, ദേ ആവശ്യമില്ലാതെ തന്നെ കൈവച്ചാലുണ്ടല്ലോ വിവരം അറിയും എന്നവളെ ഭീഷണിപ്പെടുത്തുകയാണ്. അവൾ വീണ്ടും ഷർട്ടിലെ പിടിവിടാതെ, യമുന എവിടെടാ എന്ന് ചോദിക്കേ. ഗംഗ അങ്ങോട്ട് വന്ന്, കാവേരി വീട്, നമുക്ക് ചോദിക്കാമെന്ന് പറഞ്ഞ് അവളെ പിടിച്ചു മാറ്റുകയാണ്. വിശാലും, നിങ്ങളൊക്കെ കൂടി എന്ത് തോന്നിവാസം ഈ കാട്ടണേ എന്ന് ചോദിക്കേ. നാണമില്ലേടാ പെണ്ണുങ്ങളെ കടത്തിക്കൊണ്ടുവരാൻ, നീ എന്റെ കുടുംബത്തിൽ തന്നെ വന്ന് പിറന്നല്ലോ എന്ന് നിവിനും ചോദിക്കുന്നുണ്ട്. ആര് പെണ്ണിനെ കടത്തിന്നാ നിങ്ങൾ എന്താ ഈ പറയുന്നേ എന്ന് വിശാൽ ചോദിക്കേ. വീണ്ടും അവന്റെ കുത്തിനിട്ട് പിടിച്ചുകൊണ്ട്, നിനക്കൊന്നും അറിയില്ലേടാ എന്ന് വിനീതും ചോദിക്കുന്നുണ്ട്. മാറി നിക്കടാ എന്ന് പറഞ്ഞ് വിശാൽ അവനെ തള്ളി മാറ്റുമ്പോഴേക്കും നിവിനും കാവേരിയും കൂടി അവനെ പിടുത്തമിട്ട് കഴിഞ്ഞിരുന്നു. പറയടാ എന്ന് കാവേരി പറയുമ്പോഴേക്കും, അവനോട് ചോദിക്കുക യമുന എവിടെയെന്ന് എന്ന് ഗംഗയും വിളിച്ച് പറയുന്നുണ്ട്. അവൻ അവരെ എല്ലാം തള്ളി മാറ്റിക്കൊണ്ട്, കുറെ നേരമായല്ലോ, യമുന എവിടെയെന്ന് ചോദിക്കുന്നു. ഏത് യമുന, എന്ത് യമുന, എനിക്കൊന്നും അറിയില്ല എന്ന് വിശാലും. കാവേരി എന്ന് ടെൻഷനോടെ ഗംഗ വിളിക്ക്. ഇല്ല ഗംഗേച്ചി, ഇവൻ കള്ളം പറയാ, ഇവൻ തന്നെയാ നമ്മുടെ യമുനയെ കടത്തിക്കൊണ്ടു വന്നത്. അല്ലേടാ എന്ന് ചോദിച്ച അവന്റെ കോളറിൽ പിടുത്തമിടുമ്പോഴേക്കും, ഞാൻ ആരെയും കടത്തിയിട്ടുമില്ല, കൊണ്ടുവന്നിട്ടുമില്ല എന്ന് വിശാൽ പറയേ. പിന്നെ എവിടെ പോയിടാ യമുന എന്നവന്റെ കോളറിൽ പിടുത്തമിട്ടുകൊണ്ട് വിനീതും ചോദിക്കുന്നുണ്ട്. അതെനിക്കാണോ അറിയുന്നേ, കൊണ്ടുപോയവരോട് ചോദിക്കുക അവൾ എവിടെയാണെന്ന് എന്നൊരു ചിരിയോടെ വിശാലും പറയുക. നിവിനും അവന്റെ ഷർട്ടിനിട്ട് പിടിച്ചോണ്ട്, ദേ
ഓവർ സ്മാർട്ട് ആവല്ലേ വിശാലെ? ബാംഗ്ലൂരിൽ രാഗണിക്ക് അടുത്തേക്ക് പോയ നീ എങ്ങനെയാടാ ഇവിടെ മാർത്താണ്ഡത്ത് വന്നത് എന്ന് വിശാൽ ദേഷ്യത്തോടെ ചോദിക്കേ. ഞാനേ ബാംഗ്ലൂർക്ക് തന്നെയാ തിരിച്ചത്. ചുരമിറങ്ങിയപ്പോ എനിക്ക് ഉറക്കം വന്നു. മാർത്താണ്ഡത്തൊരു വീടുണ്ടല്ലോ, ഉറങ്ങിയിട്ട് പോവാമെന്ന് വിചാരിച്ചു. കമ്പനിക്ക് എന്റെ ഫ്രണ്ട്സിനെയും വിളിച്ചു. അല്ല, അതിത്ര വലിയ തെറ്റാണോ എന്നവൻ ചോദിക്കുന്നതുകൾക്കേ. കാവേരി പഠിച്ച കള്ളനായി, നിങ്ങളെ അകത്ത് കയറാൻ നോക്ക് എന്ന് വിനീത് പറയുന്നുണ്ട്. അവരകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും വിശാൽ അവരെ തടയാനായി ഡോറിനടുത്തേക്ക് വരുന്നുണ്ടെങ്കിലും വിനീതും കൂട്ടരും അവനെ പിടിച്ചു മാറ്റുമ്പോഴേക്കും ഗംഗയും കാവേരിയും കൂടി അകത്തേക്ക് കയറുകയാണ്. അകത്തൊരിടത്ത് കട്ടിലിനടിയിൽ തളർന്നു കിടക്കുന്ന യമുനയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.